എന്തൊക്കെയാണെങ്കിലും ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ എനിക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ബാൻഡ് ഫയർ റോൾ എൻ്റെ ട്രസ്റ്റിൽ തന്നെ എനിക്ക് സ്പോൺസർഷിപ്പ് ആയേനെ. കാരണം എച്ച്ആറുമായിട്ട് ഓൾറെഡി ഞാൻ സംസാരിച്ച സമയത്ത് ഇപ്പോൾ സാലറി ത്രെഷോൾഡ് മീറ്റ് ആവാത്തത് കൊണ്ടാണ് സ്പോൺസർഷിപ്പ് തരാൻ പറ്റാത്തത്. ഇവിടുന്ന് എന്തായാലും ഈ ഒരു റോളിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുമാത്രമല്ല ഞാൻ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആയിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും റോൾസ് ഹയർ ബാൻഡ്സ് സാലറി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിഒഇസ് തരാൻ വില്ലിങ് ആണെന്ന്. പക്ഷേ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. പക്ഷേ എന്തോ സെറ്റായില്ല. അത് കുഴപ്പമില്ല. പക്ഷേ ഇത് പറഞ്ഞ് വിഷമിച്ചിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യത്തെ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ഇമെയിൽ വന്ന സമയത്ത് ഞാനൊന്ന് ഡൗൺ ആയെങ്കിലും പിന്നീട് ഞാൻ ആ ബാക്കപ്പ് പ്ലാൻസിൻ്റെ എൻജിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത്രയും നാളും ഞാൻ അങ്ങനെ ഒരു പ്ലാൻ അത്രത്തോളം പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇവിടെ നിൽക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹമുള്ളത്. പക്ഷേ ഇനി കുറച്ചും കൂടെ ലോജിക്കലാവണം. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കപ്പ് പ്ലാനുകളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലായി. ശരിക്കും ഞാൻ പതുക്കെ എൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊന്നും ഷെയർ ചെയ്യാനായിട്ടൊരു മൊമെൻ്റ് ആയിട്ടില്ല. അതെന്തായാലും ഷെയർ ചെയ്യും. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ലൈഫ് ഭയങ്കര പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട്.